15/9/2024 എൻ്റെ ഇറൻ്റെ ഫസ്റ്റ് ഓണാണ്. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മൾ ഏറെ കായപ്പോൾ തന്നെ സന്ദീപേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മളോട് രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഈ സെറ്റ് സാരിയും കസവുകാരും മുണ്ടൊക്കെ എടുത്തിട്ട് ഈ മലയാളി മങ്കന്മാരും പിന്നെ മങ്കന്മാരൊക്കെ ആയിരുന്നു നമ്മളെ കാഴ്ച. എന്തായാലും ഒരാൾ ഒരുങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് വരെ മനസ്സിന് ഭയങ്കര കുളിർമായിരിക്കില്ലേ. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പറമ്പിക്കടവുള്ള ആ ഒരു ചപ്പാത്തി കമ്പനി പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി കയറി. നല്ല ചായ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാനുള്ളൊരു ത്രാണിയില്ലാത്തതിനോണ്ട് ഞാൻ ഒന്നും കഴിച്ചില്ല. പക്ഷെ സെലിക്കൊരു പത്തിരി കഴിച്ചു. പിന്നെ ഇറനോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചായ വേണോ ചോദിച്ചു ഇറനെ വെറുതെ ചൊടിപ്പിക്കുന്നുമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് പരിചയക്കാരോടൊക്കെ ഹാപ്പി ഓണോ പറഞ്ഞിട്ട് നമ്മളുടെ യാത്ര ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരുന്നു. അവസാനം വീട്ടിലെത്തുന്നതിന് മുമ്പേ അവിടെ ഒരു പരിചയക്കാരെ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി അവിടുന്ന് പിന്നെ അതേപോലെ തന്നെ സന്ദീപേട്ടനോട് പോയ പാടന്നെ അവിടുന്ന് കുറച്ച് കുശലാന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പൂക്കളം ഇടുന്ന പണിയിലേക്കാണ് നിന്നത്. സംഭവം നമ്മളൊരു 8 മണിയായപ്പോൾ തന്നെ പൂക്കൾ അരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും നമ്മൾ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞത് ഏകദേശം 12 മണിയായ സമയത്താണ്. അത്രയും നീണ്ടു നിന്ന ഒരു പൂക്കള മത്സരം പോലെയായിരുന്നു അത്. അരിയാൻ തന്നെ നല്ല പണിയായിരുന്നു. ഇത് കാണുന്ന പോലെ അത്ര സുഖമില്ല എന്നുള്ള എനിക്കത് അരിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ പൂവ് അരിഞ്ഞിക്കണമെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിലേക്കുള്ളത് ഇത്ര ആത്മാർത്ഥതയോടെ ഇരുന്ന് അരിയുന്നത്. എന്തായാലും പകുതി വെച്ചപ്പോൾ സെലിക്കും കൂടി ഹെൽപ്പ് ചെയ്യാൻ കൂടി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കഴിക്കാൻ പോയി. ഇതാട്ടോ സന്ദീപേട്ടന്. പിന്നെ ഇത് അമൃതയും. ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് പുട്ടും പിന്നെ കാബോളിയും പിന്നെ സോയയും വെച്ചിട്ടുള്ളൊരു സ്റ്റൂ കറിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൂക്കളൊക്കെ വരയ്ക്കാനൊക്കെ പോയി. സന്ദീപേട്ടൻ വന്നപ്പോൾ പിന്നെ സന്ദീപേട്ടനായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ പൂക്കളം എടുത്ത് വരയ്ക്കുന്നതിൻ്റെ അടുക്ക് അതിന് വളവും കാര്യങ്ങളൊന്നും വരട്ടി അടിച്ചിട്ട് ടാപ്പൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് ആത്മാർത്ഥതയോടെ പൂവിടുന്ന കാണുന്നത്. എന്തായാലും സംഭവം ഇത്രയും കഷ്ടപ്പെട്ടത് കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഈ ഡിസൈൻ ഞാൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇടുമ്പോഴേ സന്ദീപേട്ടൻ പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഭാര്യ കണ്ടുപിടിച്ച ഒരു ഡിസൈൻ എന്നൊക്കെ. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ സംഭവം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടാര ലുക്കായിരുന്നു. എന്തായാലും എനിക്ക് പെരുത്ത് ഇഷ്ടമായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി വേഗം ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ സദ്യ കഴിക്കാനായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇറ ഉറങ്ങിയതിനുകൊണ്ട് ഇറക്ക് സദ്യ കഴിക്കാൻ പറ്റിയില്ല. ഇറ നല്ല ഉറക്കായിരുന്നു. ചോറിട്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കിണർ കുത്തി അതിലിങ്ങനെ നിറച്ചും സാമ്പാർ ഒഴിച്ച് അതിങ്ങനെ കുഴച്ച് കഴിക്കുന്നതിനോടാണ് എനിക്കിഷ്ടം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഇലയിൽ തന്നെ ഒരു ചോറ് പകുതിയാവുന്ന സമയത്ത് അതിങ്ങനെ മാറ്റി വെച്ച് അതിൽ 2 തരം പായസവും പപ്പടും പഴമൊക്കെ കുഴച്ച് അങ്ങനെ കഴിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കഴിക്കുന്ന ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കലാണ്. എന്തായാലും ഇപ്പം ആ ഒരു അങ്ങനത്തെ വയറിൽ ഫില്ലാവാനൊരു സ്ഥലമില്ലാത്തതിനോട് അതൊഴിവാക്കി ഞാൻ സദ്യ എൻജോയ് ചെയ്യാൻ തുടങ്ങി. നിഹ മോൻക്ക് ചോറ് കൊടുക്കുന്നത് കണ്ടിട്ട് ബാക്കി നമ്മളെല്ലാവരും ചിരിച്ചിരിക്കായിരുന്നു. അവനിക്കുട്ടീനെയും ഫസ്റ്റത്തെ ഓണാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ സന്ദീപേട്ടൻ അമൃതി അവനിക്ക് ആ ഒരു സദ്യ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു പ്രതീകമാണല്ലോ ഓണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഇറൻ്റെ ഫസ്റ്റ് ഓണായതുകൊണ്ട് തന്നെ അത് കൂടുതൽ മെമ്മറബിൾ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. സെലീക്കിനും എനിക്കും ഇറക്കും ഒരുപോലത്തെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഷർട്ട് അടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സെലീക്കിൻ്റെത് അവസാന സമയമായപ്പോൾ നമുക്ക് കിട്ടില്ല. പക്ഷേ സെലീക്ക് ഒരു റെഡ് ഷർട്ട് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും എൻ്റെ ആഗ്രഹപ്രകാരം ഇറൻ്റെ ഓണം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സന്ദീപേട്ടൻ്റെ വക നമുക്കൊരു അടിപൊളി ഫോട്ടോ ക്ലിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ പായസവും കുടിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അയിനൂൻ്റെ ഇറൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അയിനൂന് നമ്മൾ സെയിം കളറ് ഷർട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എന്തായാലും നമുക്ക് എടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പം അത്രേ ഉള്ളൂ.